രാജസ്ഥാനിൽ നിങ്ങൾ നോക്കിയാൽ അറിയാൻ കഴിയുന്നത് 2009 തെരഞ്ഞെടുപ്പിൽ 21 സീറ്റുകൾ നേടിയ കോൺഗ്രസ് 2014 ഒരു സീറ്റ് പോലും നേടിയെടുത്തില്ല എന്നുള്ളതാണ്. 2009 ആവർത്തിക്കാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് സച്ചിൻ പൈലറ്റ്. 2024 അത് ഞങ്ങൾ നേടുക തന്നെ ചെയ്യും എന്ന് സച്ചിൻ പൈലറ്റ് പറഞ്ഞിരിക്കുന്നത് വെറുതെയല്ല. പൈലറ്റും നിരവധി ജനകീയ നേതാക്കളും ഇതിനോടകം തന്നെ കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിനോടൊപ്പം വസുന്ധര രാജയെയും മകൻ ദുഷ്യന്തിനെയും കൂടി ഒപ്പം കൂട്ടാനായാൽ അത് ചരിത്ര വിജയമായിരിക്കും എന്ന് കോൺഗ്രസ് കൃത്യമായി പറയുന്നുമുണ്ട്. കോൺഗ്രസിന്റെ പ്ലാൻ ഇങ്ങനെയാണ്: രാഷ്ട്രീയപരമായി വിയോജിച്ച് നിൽക്കുന്ന BJP പ്രവർത്തകരെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ. BJPയിലേക്ക് പോയ പലരും പഴയ കോൺഗ്രസ്സുകാരാണ് എന്നുള്ളത് കൃത്യമായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ അവരെ തിരിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തി വരുന്നത്. സച്ചിൻ പൈലറ്റ് അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം തന്നെ രൂപീകരിച്ചിരിക്കുകയാണ്. എല്ലാ വിധത്തിലും അധികാരം പൈലറ്റിലേക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള നിർദ്ദേശം AICC നൽകാനും ഉത്തരവായി കഴിഞ്ഞിരിക്കുന്നു. അശോക് ഗെഹ്ലോട്ടിന്റെ പിടിപ്പുകേട് പലതവണ AICC കണ്ടില്ല എന്ന് നടിച്ചിട്ടുണ്ട്. എന്നാൽ ഇനി അങ്ങോട്ട് അങ്ങനെ നടിക്കാൻ കഴിയില്ല. കാരണം ഇത് ഡു ഓർ ഡൈ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുകയാണ്. പ്രവർത്തനക്ഷമമായാൽ അത് ഒരു രീതിയിലും തിരിച്ചു വരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചുവരവ് ബുദ്ധിമുട്ടാകുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനും കഴിയില്ല. പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം 50കളിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന് ഇനിയും കർമ്മശേഷിയോടെ പ്രവർത്തിക്കാൻ കഴിയും. നിരവധിയായ മേഖലകളിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായി ഉദ്ദേശങ്ങൾ ഉണ്ട്. നിരവധി തവണ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടും അദ്ദേഹം കോൺഗ്രസ് വിട്ട് പോകാതെ അടിയുറച്ചു നിന്നത് തന്നെ അഭിനന്ദനീയമാണ്. എല്ലാം പൈലറ്റ് നോക്കിക്കോട്ടെ എന്ന രീതിയിൽ തന്നെയാണ് അവിടെ കാര്യങ്ങൾ നീക്കുന്നത്.